വെൽക്കം ബാക്ക് ടു മാത്സ് ട്യൂഷൻ. നമുക്കിന്ന് ബേസിക് മാത്സിൽ ഡിവിസിബിലിറ്റി റൂൾസ് നോക്കാം. ഡിവിസിബിലിറ്റി ബൈ 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 15 വരെ നമുക്ക് നോക്കാം. ഫസ്റ്റ് ഡിവിസിബിലിറ്റി ബൈ 2, നമ്പർ 2. എ നമ്പർ ends with 0, 2, 4, 6, 8. ഫോർ എക്സാമ്പിൾ 3, 4, 6, 0. നമ്മളിവിടെ ലാസ്റ്റ് ഡിജിറ്റ് മാത്രം നോക്കുക. ഇത് 0, ഇവിടെ വരുന്ന നമ്പർ ഇതിലേത് വേണമെങ്കിലും വരാം അല്ലേ. 0, 2, 4, 6, 8 ലാസ്റ്റ് ഡിജിറ്റ് വരികയാണെന്ന് നമുക്ക് എന്ത് പറയാം? ദിസ് നമ്പർ ഈസ് ഡിവിസിബിൾ ബൈ 2. ഡിവിസിബിൾ ബൈ 3. Sum of the digits. Sum of the digits is a multiple of 3. For example, 3, 4, 7, 1. 3 plus 4, 7. 7 plus 7, 14. 14 plus 1. 3 plus 4 plus 7 plus 1, 15. നമുക്കിതൊരു 2 ഡിജിറ്റ് നമ്പർ ആണെങ്കിൽ അതിൻ്റെ ഡിജിറ്റ് ആഡ് ചെയ്ത് നോക്കാം. 1 plus 5 എത്ര? 6. സോ ദിസ് നമ്പർ ഈസ് ഡിവിസിബിൾ ബൈ 3. 1, 1, 8. 1 plus 1 plus 8, 10. It is not a multiple of 3. So it is not divisible by 3. This is divisible by 3. This is not divisible by 3. ഇത് ഡിവിസിബിൾ അല്ല, ഇത് ഡിവിസിബിൾ ആണ് അല്ലേ. 3 ഇപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഡിവിസിബിലിറ്റി ബൈ 3ക്ക് സം ഓഫ് ദ ഡിജിറ്റ്സ് നോക്കുക. ഇതൊരു 2 ഡിജിറ്റ് നമ്പർ കിട്ടിയ അതിൻ്റെ ഡിജിറ്റ്സ് നമുക്ക് ആഡ് ചെയ്യാം. 1 plus 5, 6 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 3. സോ ദിസ് നമ്പർ ഈസ് ഡിവിസിബിൾ ബൈ 3. 1 plus 1 plus 8 ഈസ് ഈക്വൽ ടു 10. 10 ഈസ് നോട്ട് എ മൾട്ടിപ്പിൾ ഓഫ് 3. സോ ഇറ്റ് ഈസ് നോട്ട് എ ദിസ് നമ്പർ ഈസ് നോട്ട് ഡിവിസിബിൾ ബൈ 3. ഇതിനെ നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല അല്ലേ. Divisibility by 4. A number last digit, last 2 digits. The number formed by last 2 digits. The number formed by last 2 digits is a multiple of 4 or divisible by 4 or last 2 digits are 0, 0. For example, 1, 2, 3, 7, 4, 2. നമ്മൾ ലാസ്റ്റ് 2 ഡിജിറ്റ്സ് 42. 4ൻ്റെ ടേബിളിലില്ല അല്ലേ. ദിസ് നമ്പർ ഈസ് നോട്ട് ഡിവിസിബിൾ ബൈ 4. 1, 2, 7, 8, 0, 0. Last 2 digits 0. So it is divisible by 4. 3, 1, 4, 7, 8, 0. Okay, last 2 digits എന്താ? 80. 80 നമുക്ക് 4 വെച്ച് ഡിവിസിബിൾ ആണ് അല്ലേ. 80 is divisible by 4. So this number is divisible by 4. നമുക്ക് 4ൻ്റെ റൂൾസ് എന്താണ്? ലാസ്റ്റ് 2 ഡിജിറ്റ്സ് നോക്കുക. എത്ര ഡിജിറ്റ്സ് ഉണ്ടെങ്കിലും 1's place 10's place. ലാസ്റ്റ് 2 ഡിജിറ്റ്സ് നോക്കുക. അത് 4 വെച്ച് ഡിവിസിബിൾ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ദിസ് ഹോൾ നമ്പർ ഈസ് ഡിവിസിബിൾ ബൈ 4. ഇനി അതല്ലെങ്കിലോ ലാസ്റ്റ് 2 ഡിജിറ്റ്സ് 0 ആയിരിക്കണം. 0, 0. A number ends with 0 or 5.
3, 1, 3, 4, 5. The last digit in the 5. It is divisible by 5. 3, 7, 2, 8, 0. Last digit is it is divisible by 5. 1, 1, 7, 8, 2. Here last digit is 2. Not divisible by 5. നമുക്ക് 6 നോക്കണമെങ്കിൽ എന്തായിരിക്കണം? A number is divisible by both 2 and 3. A number is divisible by 6 if divisibility by 6. The number is divisible by both 2 and 3. 2 കൊണ്ടും 3 കൊണ്ടും രണ്ടും ഡിവിസിബിൾ ആണെങ്കിൽ മാത്രമേ ആ നമ്പർ നമുക്ക് എന്ത് പറയാം? 6 വെച്ച് ഡിവിസിബിൾ ആകത്തുള്ളൂ അല്ലേ? നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. 1, 2, 3, 6. 1 last digit is 6. So it is divisible by 2. Divisible by 2. 1 plus 2 plus 3 plus 6. ഞാൻ ഡിവിസിബിൾ എന്ന് എഴുതിയതാണ് കേട്ടോ. ഡിവിസിബിൾ ബൈ 2. 1 plus 2 3, 3 plus 3 6, 6 plus 6 12. 1 plus 2 3. 12 is a multiple of 3, so it is divisible by 3. Okay, this number is divisible by both 2 and 3. Therefore, it is divisible by 6. It is divisible by 6. നമുക്ക് 6 കൊണ്ട് ഡിവിസിബിൾ ആണെങ്കിൽ ബോത്ത് 2 and 3 രണ്ടും 3 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ബോത്ത് 2 കൊണ്ട് ഡിവിസിബിൾ ആയിരിക്കണം, 3 കൊണ്ട് ഡിവിസിബിൾ ആയിരിക്കണം അല്ലേ? അതാണ് ഡിവിസിബിൾ ബൈ ബോത്ത് 2 and 3. ഇപ്പം ഡിവിസിബിൾ ബൈ 2 പക്ഷേ ഡിവിസിബിൾ ബൈ 3 അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഇറ്റ് ഈസ് നോട്ട് ഡിവിസിബിൾ ബൈ 6. 7 ഒരു റൂള് ഞാൻ പറഞ്ഞുതരാം. 1, 1, 7, 8, 1 ഒരു നമ്പർ. നമ്മൾ ലാസ്റ്റ് ഡിജിറ്റ് മാറ്റുക. 1 into 2 2 സെക്കൻഡ് ഡിജിറ്റിൻ്റെ താഴെ 6 സബ്ട്രാക്റ്റ് ചെയ്യുക. 2 into 6 12. ലാസ്റ്റ് ഡിജിറ്റ് മാറ്റുക. 5 into 2 10. ഇവിടെ 0 കിട്ടി അല്ലേ? ദിസ് നമ്പർ ഈസ് ഡിവിസിബിൾ ബൈ 7. ഇതിങ്ങനെ ഒരു റൂളുണ്ട്. P2 ഫിക്സഡ് ആണ് കേട്ടോ. ലാസ്റ്റ് ഡിജിറ്റ് 1. 1 into 2 2. ഇവിടെ 0 കിട്ടിയില്ലേ നമുക്ക് എന്ത് പറയാം? ഇറ്റ് ഈസ് നോട്ട് ഡിവിസിബിൾ ബൈ 7. 2 യൂണിറ്റ് ഡിജിറ്റ് ഇൻറ്റു 2 എന്നിട്ട് അതങ്ങ് കട്ട് ചെയ്യുക. 8 minus 2 6. 2 into 6 12. 6 മാറ്റുക. We get unit digit 5. 2 into 5 10. 5 cancel. Therefore 1 1 7 8 1 is divisible by 7. 8. The number formed by last 3 digits. The number formed by last 3 digits is a multiple of 8 or divisible by 8. Or the last 3 digits are 0 0 0 ഇങ്ങനെ വരാം. ഒരു എക്സാമ്പിൾ നോക്കാം. 1 2 3 2 0. നമുക്കിവിടെ ലാസ്റ്റ് 3 ഡിജിറ്റ്സ് നോക്കണം. 320. 8 into 40 അല്ലേ 320. So this 320 is equal to 8 into 40. 320 is divisible by 8. So this number is divisible by 8. 8 വെച്ച് ഡിവിസിബിൾ ആണ്. ഇനി അതല്ലെങ്കിലോ 3 7 1 3 7 0 0 0. ലാസ്റ്റ് 3 ഡിജിറ്റ്സ് എന്താ? 0 0 0. So this number is divisible by 8.
9. Sum of the digits. The sum of the digits is divisible by 11, divisible by 9 or multiple of 9. ഇതാണ് അതിൻ്റെ റൂൾ. 1 2 3. നമുക്ക് നമ്പർ നോക്കാം. 1 + 2 + 3 + 0 + 2 + 1. 1 + 2 3, 3 + 3 6, 8 9. 9ൻ്റെ ടേബിളുണ്ട് അല്ലേ. ഇത് നമുക്ക് ആഡ് ചെയ്തപ്പോൾ നമുക്ക് 27 കിട്ടി. 2 + 7 9. അങ്ങനെ നോക്കാം. സോ ദിസ് നമ്പർ ഈസ് ഡിവിസിബിൾ ബൈ 9. ഇത് ഡിവിസിബിളാണ്. ടെൻ ആണ് ഏറ്റവും കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളത്. എന്താ ലാസ്റ്റ് ഡിജിറ്റ് 0. അത് മാത്രം നോക്കിയാൽ മതി. യൂണിറ്റ് ഡിജിറ്റ് അല്ലെങ്കിൽ ലാസ്റ്റ് ഡിജിറ്റ് ഈസ് 0. ലാസ്റ്റ് ഡിജിറ്റ് 2 3 4 5 0. ഇത് മാത്രം നോക്കിയാൽ മതി. 11. The sum of the difference of the sum of digits at odd places and even places. The difference of the sum of the digits at odd places and even places is 0 or a multiple of 11. One 3 3 1. നമ്മൾ ആദ്യം ഫസ്റ്റ് പ്ലേസ് നോക്കുക, പിന്നെ തേർഡ് പ്ലേസ്. ഇനി ഇവിടെ ഒരു ഡിജിറ്റ് ഉണ്ടായിരുന്നു, അതും നോക്കുക. 1 + 3 4. ഇനി ഈവൻ പ്ലേസസ് സെക്കൻഡ് ഡിജിറ്റ്, പിന്നെ ഫോർത്ത് ഡിജിറ്റ്, പിന്നെ 6th 8th അങ്ങനെ പോകും. 3 + 1 4. 4 - 4 എന്ത് കിട്ടി? 0. 0 11 22 33 44 അങ്ങനെ കിട്ടുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ദിസ് നമ്പർ ഈസ് ഡിവിസിബിൾ ബൈ 11. Therefore this 1331 1331 ഈസ് ഡിവിസിബിൾ ബൈ 11. വേറെ നമ്പർ നോക്കാം. 3 1 4 7 8 2 6. നമ്മളാദ്യം ഓഡ് പ്ലേസസിൻ്റെ ഡിജിറ്റ്സിൻ്റെ സം നോക്കാം. 3 + 1 3 5. 3 + 4 + 8 + 6. 3 + 4 7 7 + 8 15 + 6 21. ഇനി ഈവൻ പ്ലേസസിലെ ഡിജിറ്റ്സിൻ്റെ സം 1 7 2. 1 + 7 8. 8 + 2 എത്ര? 10. 21 - 10 11 കിട്ടി അല്ലേ. സോ ദിസ് നമ്പർ ഈസ് ഡിവിസിബിൾ ബൈ 11. ആദ്യം നമ്മൾ ഓഡ് പ്ലേസസിലുള്ള ഡിജിറ്റ്സിൻ്റെ സമ്മ് 3 ഫസ്റ്റ്, തേർഡ്, 5th, 7th. 3 + 4 7 7 + 8 15 15 + 6 21. Then sum of the digits at the even places 1 7 second, 4th, then 6th. 1 + 7 8 8 + 2 10. എന്നിട്ട് ഈ സം കിട്ടിയ സമ്മിൻ്റെ എന്തെടുക്കണം? ഡിഫറൻസ് എടുക്കണം. 21 - 10 എത്ര? 11. 11 22 33 അങ്ങനെ, അല്ലെങ്കിൽ 0 കിട്ടണം. കിട്ടിയ നമുക്ക് എന്ത് പറയാം? ദ നമ്പർ ഈസ് ഡിവിസിബിൾ ബൈ 11. അപ്പോൾ ഇവിടെ നമുക്ക് 10 ആയിരുന്ന ഡിഫറൻസ് കിട്ടിയിരുന്നെങ്കിൽ എന്ത് പറയാം? ഇറ്റ് ഈസ് നോട്ട് ഡിവിസിബിൾ ബൈ 11.
എ നമ്പർ ഈസ് ഡിവിസിബിൾ ബൈ ബോത്ത് 3 and 4. 3 4 കോപ്രൈമാണ്. എ നമ്പർ ഈസ് ഡിവിസിബിൾ ബൈ 12 വെച്ച് ഡിവിസിബിൾ ആയിരിക്കണമെങ്കിൽ എന്തായിരിക്കണം ആ നമ്പർ? ദ നമ്പർ ഈസ് ഡിവിസിബിൾ ബൈ ബോത്ത് 3 and 4. നമ്മൾ 3 ഉം 4 അതിൻ്റെ റൂൾസ് എഴുതി, അത് വെച്ച് നമ്മൾ ചെക്ക് ചെയ്യുക. 3 ഉം 4 കൊണ്ട് ഡിവിസിബിൾ ആണെങ്കിൽ നമുക്ക് എന്താ പറയുക? ദാറ്റ് നമ്പർ ഈസ് ഡിവിസിബിൾ ബൈ 12. 1 2 3 6. ലാസ്റ്റ് ഡിജിറ്റ് ഈസ് 6. Therefore 36. This number is divisible by 4. 1 plus 2 3. 3 plus 3 6. 6 plus 6 12. 1 plus 2 3. This is divisible by 3. So this number is divisible by 3 and 4. Therefore this number is divisible by 12. The number is divisible by both 3 and 5. Three നമ്മൾ റൂൾ പഠിച്ചു. 5 എന്താ? ലാസ്റ്റ് ഡിജിറ്റ് 0 or 5. 1 2 3 നോക്കാം. ലാസ്റ്റ് ഡിജിറ്റ് ഈസ് 5. So it is divisible by 5. 1 plus 2 3. 3 plus 3 6. 6 plus 5 11. അല്ലേ? 11 ആയതുകൊണ്ട് നമുക്ക് എന്താ? It is not divisible by 3. So this number is not divisible by 15. 1 1 1 4 3 5 നോക്കാം. ലാസ്റ്റ് ഡിജിറ്റ് ഈസ് 5. So it is divisible by 5. 1 plus 4 5. 5 plus 3 8. 8 plus 5 13. നമുക്കൊരു കാര്യം ചെയ്യാം. 2 ആക്കാം. ഇപ്പം എന്ത് വരും നോക്കാമല്ലോ. 1 plus 4 5. 5 plus 2 7. 7 plus 5 12. This number is divisible by 3. Last digit is 5. So it is divisible by 5. So this number is divisible by both 3 and 5. So it is divisible by 15. എല്ലാവരും പഠിക്കുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവരോടും താങ്ക്സ്. ഓക്കെ, താങ്ക് യു.